My dear subscribers and dear viewers, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ലയേർഡ് ഡ്രോയറിൻ്റെ വീഡിയോയാണ്. അതായത് ഒരു 2-3 ഡ്രോയേഴ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് ഇതാണ് കേട്ടോ, ഒരു കുഞ്ഞ് ഡ്രോയറാണ് ഈ കാണുന്നത്. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഡ്രസ്സസ് എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ കുട്ടികളുടെ ടോയ്സ് എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 2-3 ഡ്രോയേഴ്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിത് ഇങ്ങനെ പാർട്സ് ആക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഷെൽഫിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ പീസ് അല്ലാതെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും അതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു തരണം. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് പുറത്ത് വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇവിടെ കട്ടിലുമ്മ. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ലെയേഴ്സ് ആയിട്ടാണ് വരിക. ഇങ്ങനെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറെ വേറെ പീസസുകൾ ആയിട്ടാണ് നമുക്കിത് ഓൺലൈനിൽ കിട്ടുന്നത്. പിന്നെ നമ്മൾ വന്നിട്ട് അത് അറേഞ്ച് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലത്തെ ഒരു ബോക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്കത് ഓപ്പൺ ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. കാരണം കുറച്ച് തിരക്കായിരുന്നു, നമ്മൾ വീട് മാറിയതിൻ്റെ ഒക്കെ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സോ ഞാൻ ഇതേപോലത്തെ 7 എണ്ണത്തിൻ്റെ ഡ്രോയർ സെറ്റാണ് മേടിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ തന്നെ പല എണ്ണങ്ങളും ഉണ്ട്. അതായത് 2 എണ്ണം തൊട്ടിട്ട് 7 എണ്ണം വരെയുള്ള ഡ്രോയറുകൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിലായാലും അവൈലബിൾ ആണ്. എനിക്ക് റേറ്റ് നോക്കിയപ്പോൾ കുറച്ചും കൂടിയും അഫോർഡബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിലാണെന്നാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരുവിധം പർച്ചേസുകളും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യാറുള്ളത്. ആമസോണിലും ഈ സെയിം പ്രോഡക്റ്റ്സ് ഉണ്ട്, പക്ഷേ ഒരു 100-200 റുപ്പീസ്, ചിലപ്പോൾ 300 റുപ്പീസ് അടക്കം കൂടുതലായിട്ടായിരിക്കും നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുക. പക്ഷേ ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈഡ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് വാങ്ങിക്കുന്നതിന് ക്വാളിറ്റി അത്രയ്ക്ക് ഉണ്ടാവും. പിന്നെ ഒരു പക്ഷേ റേറ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിക്കും വ്യത്യാസം ഉണ്ടായേക്കാം കേട്ടോ. എനിക്ക് ഒരു 2-3 എണ്ണം വാങ്ങിച്ചതെന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഐറ്റം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഇന്നോവേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഇതേപോലത്തെ പീസുകൾ ഒരു 7 എണ്ണം കിട്ടും. അപ്പം ഇതിലേതെങ്കിലും ഒരു പീസ് എടുക്കുക. അതിൽ ഇങ്ങനത്തെ ഒരു ആരോ മാർക്ക് ഉണ്ടായിരിക്കും. ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഐറ്റം ഇങ്ങനെയാണ് വയ്ക്കുക. അതായത് ഈ ഏറോ മാർക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെക്കുന്ന രീതിക്കാണ് ഈ ഏറോ മാർക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് ഏറ്റവും താഴെയുള്ള സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഏറ്റവും താഴെയുള്ള സ്റ്റാൻഡിൻ്റെ പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ, നിലത്തുനിന്ന് ഇത്ര പൊന്തിയിട്ടേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് ഒരു ഷേപ്പൊക്കെ ഉണ്ട്. അതായത് കറക്റ്റ് റെക്ടാങ്കിൾ അല്ല, മേലേക്ക് വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയും ഈ ഷേപ്പാണുള്ളത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ ആണോ എന്ന് അറിയില്ല. നമുക്ക് ഇത് അങ്ങനെ ഉറച്ച് നിൽക്കുകയൊന്നുമില്ല, നല്ലോണം ടൈറ്റ് ചെയ്ത് നിൽക്കണമൊന്നുമില്ല. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെയിറ്റ് വരുമ്പോൾ ചിലപ്പോൾ നിന്നോട്ട് തന്നിട്ട് ലൈറ്റായിട്ട് ഇതൊക്കെ ഒന്ന് നീക്കുമ്പോൾ ഇതിൻ്റെ താഴെ ഐറ്റം ഇങ്ങനെ പോരാറുണ്ട്. പക്ഷേ മറ്റ് ഐറ്റംസ് ഒന്നും അങ്ങനെയല്ല. ഈ താഴത്തെ സ്റ്റാൻഡിൻ്റെ പീസിന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അത് എല്ലാതും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് വല്ല പശയൊക്കെ വെച്ചിട്ട് പെർമനൻ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് പൊടിയൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ എടുക്കുക അല്ലെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പെർമനൻ്റ് ആയിട്ട് പശയൊന്നും തേച്ച് ഒട്ടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അതവിടെ അങ്ങനെ അനങ്ങാതെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 കാലുകളും വെച്ച് കൊടുക്കാം ആദ്യം. അപ്പോൾ ഇത് ഷേപ്പൊക്കെ നോക്കി നമ്മൾ ഇതിൻ്റെ 4 കാലുകൾ വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് നിലത്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലാണ് ഓരോരോ സ്റ്റാൻഡുകളും ഇങ്ങനെ വെച്ചിട്ട് മേലെ ഇത് ലെയറാക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്
ഇതാണ് ഇനി ഇതിൻ്റെ മുകളിൽ, അതായത് ഈ ഒരു ബോക്സിൻ്റെ അളവിന്, ഈ ഒരു ബോക്സിൻ്റെ സൈഡിൽ വരുന്ന പാർട്ടാണ് ഇത്. അപ്പം ഇതിൻ്റെ മേലെ വെക്കുമ്പം ഇത് ചെറിയ ഭാഗം തൊട്ട് വലിയ ഭാഗം വരെ ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് കുഞ്ഞിത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വലുതായിട്ട് താഴേക്ക് വരികയാണ്. അപ്പോൾ ഈ കുട്ടി ഭാഗമാണ് മുകളിൽ വരേണ്ടത്. സോ നമ്മളിതിങ്ങനെ കാല് വെച്ചിട്ടുള്ള ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഷേപ്പും ഉണ്ട്. ഈ ഷേപ്പ് നോക്കിയിട്ട് കറക്റ്റ് ഷേപ്പിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അങ്ങനെ ബാക്കി കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പം അത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഒന്ന് എന്താ പറയുക, ഒന്ന് പിടിച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഇതുപോലെ കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെക്കുമ്പം ഈ ആരോ മാർക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ആരോ മാർക്ക് ഇങ്ങനെ വരുന്ന രീതിക്ക് വേണം വെക്കാനായിട്ട്. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ഞാൻ ഓൾറെഡി കുറച്ച് പീസസ് ഇങ്ങനെ അലമാരയുടെ ഉള്ളിൽ നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പിന്നെ അഴിക്കുന്നില്ല, ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 7 ലെയേഴ്സ് വെച്ചു. ഇനി ഏറ്റവും മേലെ വെക്കുന്നത് ഇതുപോലത്തെ ഒരു പീസാണ്. അതായത് പൊടി അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിലുള്ളത് ഇതുപോലെ നമുക്കൊരു പ്ലാസ്റ്റിക് പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡ്രോയർ വരുന്നത്. പിന്നെ താഴെ ഇത് ഓപ്പൺ ആയിട്ടിരിക്കും കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടിരിക്കും. ഇതിൻ്റെ ഓരോ ഡ്രോയേഴ്സും നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഇതിങ്ങനെ പുറത്തേക്ക് പുള്ള് ചെയ്യാം, അകത്തേക്ക് പുഷ് ചെയ്ത് വയ്ക്കാം കേട്ടോ. നമുക്കിനി ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അതായത് ഇപ്പം ഞാൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് മേടിച്ചത്. നമുക്ക് വെക്കാനുള്ള സ്പേസ് നോക്കിയിട്ടും പിന്നെ വെക്കേണ്ട ഐറ്റംസ് നോക്കിയിട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റും ഇതിന് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റും കൂടെ നമുക്കിതിൽ നോക്കാം. 125 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഫുൾ നീളം വരുന്നത് കേട്ടോ. 43 സെൻറ്റിമീറ്റേഴ്സ് ആണ്. 34 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഡ്രോയർ വാങ്ങിച്ച സമയത്ത് നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കാം അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു. കാരണം പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന ഐറ്റംസ് വെക്കാം. അതായത് ഇപ്പം ഇന്നർവെയേഴ്സ്, അതുപോലെ ടവലുകൾ, സോക്സുകൾ, അങ്ങനെയൊക്കെ ഐറ്റംസ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഡ്രോയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നിട്ട് ഞാൻ ഇതുപോലെ റൂമിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അത് വെച്ചതും. പക്ഷെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല പൊടിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം വെച്ചിട്ട് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നല്ലോണം ഈ ഡ്രോയറിൻ്റെ ബാക്കിൽ നല്ലോണം പൊടി അടിഞ്ഞ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വയ്യാണ്ടായപ്പോൾ പിന്നെ മാത്രമല്ല നമ്മൾ എന്താ പറയുക അത്രയും
നല്ല ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടിയിരുന്ന തുണികളിലാണ് ഈ പൊടി വരുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഷെൽഫ് അച്ഛനോട് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു ഷെൽഫിൽ ഇത് വെക്കാനായിട്ട് ഒരു സെക്ഷൻ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ടുള്ള ബാഗുകൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ബാഗുകളും ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി ഷെൽഫിൽ വെക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ട ക്ലോത്ത്സ് ഒക്കെ ഞാൻ സൂക്ഷിക്കുന്നത് അതുപോലത്തെ ബാഗുകളിലാക്കിയിട്ട് ഈ ഡ്രോയേഴ്സിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ബാഗുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇതുപോലെ ക്ലോത്ത് ബാഗ്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ, കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബാഗുകൾ നമുക്ക് കിട്ടും. ഇത് മെഷർമെന്റ് എടുത്തിട്ടാണ് ഞാൻ ഈ ബാഗുകൾ നമ്മുടെ ഡ്രോയറിൽ വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രോയർ ബോക്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് ലെങ്ത് കൂടുതലാണ്, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാനൊക്കെ പറ്റും. മാത്രമല്ല ഇതിലിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ ഉള്ളിലത്തെ ഐറ്റംസ് കാണാൻ പറ്റുന്ന രീതിക്ക് ഒരു കുഞ്ഞൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് പീസ് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇത് കണ്ടോ സിബൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് യൂസ് കഴിഞ്ഞാൽ ഈ സിബ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പം ഞാനിത് ഇങ്ങനെയാണ് വെക്കുന്നത്. പിന്നത്തെ ഒരു ബോക്സിലേക്ക് നമ്മൾ ഈ ഒരു ബാഗ് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതവിടെ ടൈറ്റ് ചെയ്തിട്ട് പൊടിയടിക്കാതെ ഇരുന്നോളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതൊന്ന് ഒരു ക്ലോത്ത് ഇങ്ങനെ എടുക്കുക. മടക്കി വയ്ക്കാനാണെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക, ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് സിപ്പ് ക്ലോസ് ചെയ്യുക. സോ നെക്സ്റ്റ് നമ്മളിനി കാണാൻ പോകുന്ന ഒരു ഡ്രോയർ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡ്രോയറാണ്. ഇതാണ് നമ്മുടെ കുട്ടി ഡ്രോയർ. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 490 റുപ്പീസാണ്. 500ൻ്റെ ഉള്ളിലാണ് ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ പീസസ് ആയിട്ടല്ല കിട്ടുക, ഇത് ഇങ്ങനെ തന്നെയാണ് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോക്സുകളൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ഐറ്റംസ് കുഞ്ഞു എൻ്റെ മോളുടെ സ്ലൈഡുകളും പിന്നെ കുഞ്ഞ് ബോസ് അതുപോലെ ഓയിൽമെൻറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതും ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 1 ഇയർ ആവാറായിട്ട്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര വലിയ പ്ലാസ്റ്റിക്കിൻ്റെ മണം അങ്ങനെയൊന്നും ഈ 2 പ്രോഡക്ട്സിനും നമുക്ക് വന്നിട്ടില്ല. ഇതിനും വന്നിട്ടില്ല, അതുപോലെ 7 ലെയർ ഡ്രോയറിനും വന്നിട്ടില്ല. കാരണം ഇത് റെയിൻബോ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. പല കളേഴ്സിലും ട്രാൻസ്പെറൻറ്റ് കളേഴ്സിലും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. അതുപോലെ ഇതുപോലത്തെ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത കളേർഡ് ബോക്സസും ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ലെയറിൻ്റെ ഇതാണെന്നുണ്ടെങ്കിലും 7 ലെയേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒറ്റ കളറിൽ ഇപ്പോൾ ഓറഞ്ച് ആണെന്നാണെങ്കിൽ 7 എണ്ണം ഓറഞ്ച്, പർപ്പിൾ ആണെങ്കിൽ 7 എണ്ണം പർപ്പിൾ, അങ്ങനത്തെ ഇതും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ റെയിൻബോ കളേഴ്സ് ആകുമ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും ഓരോ ബോക്സിൽ ഏതിലാണ് വെച്ചിരിക്കുക എന്നുള്ളത് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമുക്ക് അത് മാത്രം വേഗം പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എല്ലാതും തുറന്നു നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിലും പറയാമല്ലോ ഇന്ന കളർ ബോക്സിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാനൊക്കെ സൗകര്യമാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ റെയിൻബോ കളേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ 7 ലെയർ ഡ്രോയർ എന്ന് പറയുമ്പോൾ അത് പല ലെയേഴ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 ലെയർ തൊട്ടിട്ട് 7 ലെയേഴ്സ് വരെയുള്ളതും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതിൽ കൂടുതലുള്ളത് ഞാൻ കണ്ടിട്ടില്ല. വേറെ ഏതെങ്കിലും കമ്പനിയുടെയോ ആമസോണിലോ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം 7 ലെയേഴ്സ് വരെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കന്നൊരു 950 റുപ്പീസിനാണ് ഈ 7 ലെയർ ഡ്രോയർ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ അവരൊരു 100 50 ക്യാഷ് ബാക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 50 റുപ്പീസ് ആണെന്ന് തോന്നുന്നു അന്ന് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 100 റുപ്പീസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസ്ട്രെയിനറിനാണ് 100 കിട്ടിയത്. വേറൊരു ഡ്രോയറും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റഡി റൂമിൽ മോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു ഡ്രോയർ എന്ന് പറയുന്നത്. ഇത് 6 ലെയേഴ്സേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ 7 ലെയേഴ്സിനേക്കാളും ചെറിയതാണ്. ഇതിൽ മോളുടെ തിങ്സ് ബോക്സസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റഡി റൂമിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് കാണില്ല ഉള്ളിലുള്ളത്. പക്ഷേ എങ്കിലും അത്യാവശ്യം അകത്തിരിക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലാവും. ഇതും ഇതുപോലെ ഇങ്ങനെ പീസായിട്ടാണ് വന്നത്. നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇത് വന്ന സമയത്ത് ലൈറ്റായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ എനിക്ക് തോന്നുന്നു 7 ലെയേഴ്സ് പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ളത് ഈ ഒരു ഐറ്റത്തിനാണ്. കുറച്ചും കൂടി കട്ടി തോന്നുന്നത് ഈ ഒരു ഐറ്റത്തിനാണ്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് ഇതിനുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ അയൺ ടേബിൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 1500 റുപ്പീസിന് നമുക്ക് കിട്ടി. ഇത് ഒരു എന്താ പറയുക, നല്ല മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു അയൺ ടേബിളാണ്. അതായത് ഇതേ കണ്ടില്ലേ, ഇങ്ങനത്തെ വയറ് കണക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ഈ സ്റ്റാൻഡ് സംതിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഹാങ്കർ ചെയ്യാനായിട്ടുള്ള ഹോൾസ് അങ്ങനത്തെയൊക്കെ വരുന്ന ഒരു നല്ലൊരു അയൺ ടേബിൾ തന്നെയാണ്. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടി പർപ്പസ് ലെയർഡ് ഡ്രോയേഴ്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്തത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും